ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെപ്പോലെ ആക്നെ പ്രോൺ സ്കിന്നാണ് നിങ്ങൾക്ക്, അതുപോലെ കൂടുതൽ പിമ്പിൾസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒന്ന് മാറുമ്പോൾ ഒന്ന് അങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ്ലി ആക്നേസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങൾ മാറ്റി മാറ്റി യൂസ് ചെയ്ത് നോക്കിയിട്ടും പല ടെക്നിക്സ് പരീക്ഷിച്ചിട്ടും സക്സസ് ആവാത്തവരുണ്ട്. അപ്പോൾ എനിക്ക് ഈ അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കൊണ്ടാണ് എനിക്ക് ആക്നേസ് ഒന്ന് കുറഞ്ഞത്. പക്ഷേ ആക്നെ കുറയുന്നുണ്ട്, പക്ഷേ ഈ പിമ്പിൾസ് ഒക്കെ വന്നു പോയിട്ട് നമുക്ക് എന്തുണ്ടാവും, പിമ്പിൾസ് ഒരു ഓർമ്മയ്ക്കായിട്ട് മാർക്ക് ബാക്കി വയ്ക്കല്ലേ. അതുപോലെ എൻ്റെ ഫേസിൽ നിറയെ പിമ്പിൾ മാർക്സ് ഉണ്ട്, ഇപ്പോഴും നിറയെ ഉണ്ട്. പക്ഷേ പിമ്പിൾസ് ഒക്കെ പോയി. പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആക്നേസ് ഒക്കെ പോവും. പക്ഷേ നമ്മളിപ്പോൾ കുറേ കൂടെ സ്വീറ്റ് കഴിക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഓയിലി ഫുഡ് കുറേ അധികം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് വരാണ്ടിരിക്കില്ല, വരും കേട്ടോ. അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ കൂടുതൽ ഓയിലി ഫുഡ് കഴിക്കുമ്പോഴും സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോഴും എനിക്ക് പിറ്റേന്ന് ഉറപ്പായിട്ടും പിമ്പിൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫുഡൊക്കെ നമ്മൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 വീക്കിൽ തന്നെ നല്ല റിസൾട്ട്, ക്വിക്കായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഞാൻ പറഞ്ഞ പോലെ ആക്നേസ് ഒക്കെ പോവും, പക്ഷേ ഈ മാർക്സ് ഫേസിലുണ്ടാവും. അപ്പോൾ ഞാൻ ഏത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്തതെന്ന് പറയട്ടെ. യൂസ് ചെയ്തത് നമുക്ക് ഫേസിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് വരുമ്പോൾ അതിന് റിസൾട്ട് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റാണ് സീറം. അങ്ങനെ ഫേസ് സീറം യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഒരു ക്വിക്കായിട്ടുള്ള റിസൾട്ട് കിട്ടിയത്. ഞാൻ യൂസ് ചെയ്തത് ഇതാണ് ഡെർമാക്കോയിൻ്റെ 2% സാലിസിലിക് ആസിഡ് ഫേസ് സീറം ആണ്. സാലിസിലിക് ആസിഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്, സാലിസിലിക് ആസിഡ് സിറം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്നേസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പലരും സിറംസ് കോജിക് ആസിഡ് സിറം ഉണ്ട്, സാലിസിലിക് ആസിഡ് ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാതെയാണ് പലരും എന്ത് ചെയ്യുക, സിറംസ് വാങ്ങിച്ച് യൂസ് ചെയ്യുക. ശരിക്കും സാലിസിലിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പർപ്പസിന് ഇത് നന്നായിട്ട് നല്ലതാണ്. മാർക്സ് ഒന്നും പോയിട്ടില്ല, പക്ഷേ പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വേറെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഒരുപാട് കഴിക്കാതിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലപോലെ പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യും. നമുക്ക് 1 വീക്കിൽ തന്നെ റിസൾട്ട് കിട്ടും. പിന്നെ ഇതിപ്പോൾ ഞാൻ 2 ബോട്ടിൽ യൂസ് ചെയ്തു. ഫസ്റ്റ് ബോട്ടിൽ ഇതിൻ്റെ ചെറുതായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു 100 ml 30 ml ആണ്. ഫസ്റ്റ് യൂസ് ചെയ്തത് 10 ml ആണ്. പിന്നെ ഈ 30 ml ഫുള്ളായിട്ട് യൂസ് ചെയ്തത് തീർന്നിട്ടുണ്ട്. അപ്പോൾ 10 ml ഏകദേശം ഒരു 200 സംതിങ് ആയിരുന്നു പ്രൈസ്. ഇത് 30 ml ഒരു 500 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് 10 ml യൂസ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് 30 ml വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങിച്ചാണ്. 30 ml ആണ് ആക്ച്വലി പ്രൈസ് വെച്ചിട്ട് നോക്കുമ്പം കുറച്ചും കൂടെ, കാരണം 10 ml തന്നെ 200 സംതിങ് ഉണ്ട്. ഇപ്പോൾ 30 ml 500 എന്ന് പറയുമ്പം അതാണ് നമുക്ക് ലാഭം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ 10 ml വാങ്ങിച്ച് യൂസ് ചെയ്യാം. പിന്നെ സിറംസ് ഒക്കെ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ 2% വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ 10% ഒന്നും യൂസ് ചെയ്യരുത്. ഇത് 2% സാലിസിലിക് ആസിഡ് ഫേസ് സീറം ആണ്. അപ്പോൾ ഞാൻ ഈ 2 ബോട്ടിലും യൂസ് ചെയ്തപ്പോൾ പിമ്പിൾസ് നല്ലപോലെ കൺട്രോളായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ പിമ്പിൾ മാർക്സ് മാറാനായിട്ട് ഏറ്റവും നല്ലത് കോജിക് ആസിഡ് ഫേസ് സീറം ആണ്. അപ്പോൾ ഇപ്പോൾ അത് ഇന്ന് തൊട്ടിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ എന്തായാലും റിസൾട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് പിമ്പിൾസ് മാറാനുള്ള നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സാലിസിലിക് ആസിഡ് ഫേസ് സീറം. അത് ഏത് ബ്രാൻഡിൻ്റെ ആയാലും ഞാനിപ്പോൾ യൂസ് ചെയ്തത് ഡെർമാക്കോയുടെ ആയതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ പിമ്പിൾസും കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.